തെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ ആരംഭിച്ചപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടത്തിയപ്പോൾ അതിൽ കുടിയില്ലാത്തതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. അതിനുള്ള പ്രതികരണം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വന്നത് അത് ബി.ജെ.പിയുടെ സ്വരമാണെന്നാണ്. ബി.ജെ.പിക്കും എനിക്കും ഒരേ സ്വരമാണെന്ന് ആക്ഷേപിക്കാനാണ് അതിൻ്റെ പ്രതികരണമെന്ന നിലക്ക് തയ്യാറായത്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം, എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുത, അത് മാറ്റിമറിക്കാനാവുമെന്നുള്ളതാണ് കോൺഗ്രസ് അതിലൂടെ നടത്തിയ ശ്രമം. ഞങ്ങൾക്ക് സംഘപരിവാറിനോടുള്ള എതിർപ്പും സംഘപരിവാർ ഞങ്ങളുടെ നേരെ ഹിംസാത്മകമായി ആക്രമണം നടത്തുന്നതുമെല്ലാം നാടിനും ജനങ്ങൾക്കും അറിയാവുന്നതാണ്. സംഘപരിവാറുമായി കോൺഗ്രസ് എങ്ങനെയൊക്കെ സമരസപ്പെടുന്നു എന്നത് ഈ പ്രചരണ പരിപാടികളിൽ സംസാരിക്കുന്നൊരു വിഷയമാണ്. ഞാൻ സംസാരിക്കുന്ന വിഷയമാണ്. ഇത് രാജ്യത്തിന്റെ അനുഭവമാണ്. അപ്പം ആ കാര്യത്തിൽ നമ്മുടെ നാടിൽ തന്നെ ഒരു അനുഭവം ഇപ്പോൾ ഓർക്കുന്നതല്ല. ഇപ്പോൾ ഉള്ള നിയമസഭയല്ല, കഴിഞ്ഞ നിയമസഭ. അതിൽ ബി.ജെ.പിക്കൊരു പ്രതിനിധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു 2016. യഥാർത്ഥത്തിൽ ആ അക്കൗണ്ട് ബി.ജെ.പിയുടെ കരുത്തിന്റെ ഭാഗമായി തുറന്നതായിരുന്നോ? അത് ബി.ജെ.പിക്ക് പോലും അവകാശപ്പെടാനാവില്ല. ഞങ്ങളേതായാലും 2021 തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പരസ്യമായി തന്നെ പറഞ്ഞു. അത് ആ നിലക്ക് തന്നെ സംഭവിച്ചു. പൂട്ടിച്ച് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി അവിടുന്നാണ് ജയിച്ചു വന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 2011 17.38% വോട്ട് യു.ഡി.എഫിന് ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ നിന്ന് 2016 യു.ഡി.എഫിന് ഈ 17.38 9.7% കുറഞ്ഞു. എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ട്? ആ വോട്ട് ചേർന്നപ്പോഴാണ് അക്കൗണ്ട് തുറക്കാനായത് ബി.ജെ.പി. അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഉണ്ടായൊരു ഡീല്
ആ ഘട്ടത്തിൽ തന്നെ പുറത്തായതാണ്. അപ്പോ സ്വന്തം വോട്ട് ദാനം ചെയ്ത് കേരളത്തിന്റെ പൊതുവായ സാഹചര്യം അട്ടിമറിച്ച് ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യമുണ്ടാക്കിയതാണ് കോൺഗ്രസ്, യു.ഡി.എഫ്. ഇതൊന്നും ഞങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ഇനിയൊരു അവസരം, തുടർ ഭരണത്തിനുള്ള അവസരം ബി.ജെ.പിക്ക് ഇല്ലാതിരിക്കുക. ഈ ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി വിരുദ്ധമായ ഒരു പൊതുവേദി അഖിലേന്ത്യാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിൽ സജീവമായി തന്നെ ഞങ്ങൾ പങ്കെടുക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളത്തിൽ 20 മണ്ഡലങ്ങളാണ്. ഈ 20-ൽ ഒന്നിൽ പോലും ബി.ജെ.പി ജയിക്കില്ല. മാത്രമല്ല, ഈ 20-ൽ ബി.ജെ.പിക്ക് 2ാം സ്ഥാനം പോലും ഉണ്ടാകില്ല.